പക്ഷെ ഇത് ഇപ്പൊ നമ്മൾ എത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞാലും ഇത് കേൾക്കുന്ന ഒരാള് ആ ലോ ഓഫ് കർമ്മ ആ കൊടുത്താൽ കിട്ടും, ആ ഇതൊക്കെ വെറുതെ ഒരു പറയല് മാത്രമാണ്, എന്നാലും ഞാൻ കൊടുക്കില്ല, ആ കൊടുക്കാൻ മടിയാണ് ആ പൊതുവെ, അല്ല അങ്ങനെയല്ല നമ്മൾ കണ്ടുവരുന്നത്. അതെ അതെ. അപ്പോ ആ കർമ്മത്തിനനുസരിച്ചുള്ളത് അനുഭവിച്ചേ മതിയാവും. കർമ്മ ഈസ് ലൈക്ക് എക്കോ എന്നാണ്. ഉം, നമ്മളൊരു ബോൾ എടുത്തിട്ട് ആ ഭിത്തിയിലേക്ക് അടിച്ചത് തിരിച്ചു വരും. ഉം, അത് ന്യൂട്ടന്റെ ലോ ആണ്. ഉം, ഓരോ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത് ന്യൂട്ടന്റെ ലോ. എനർജി ലോ എങ്ങനെയെന്ന് വെച്ചാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല, ഉം, മൾട്ടിറ്റ്യൂഡ് ആയിട്ടായിരിക്കും തിരിച്ചു വരിക, ഉം, 10 മടങ്ങായിട്ടായിരിക്കും. ഉം, അതായത് നമ്മളൊരു മുട്ടുസൂചി എടുത്ത ഒരാളെ എറിഞ്ഞാൽ ഉം, അത് തിരിച്ചു വരുമ്പോൾ ജാവലിനായിട്ടായിരിക്കും. ഉം, ഈ തത്വം മനസ്സിലാക്കാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഉം, നമ്മളൊരു കുന്നിൻ ചെരുവിൽ ചെന്ന് നിന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിക്കുകയാണ്, ഉം, നല്ല ഉച്ചത്തിൽ, നല്ല ശബ്ദത്തിൽ, അതേ വാക്കുകൾ തിരിച്ചു വരുന്ന കണ്ടിട്ടില്ലേ? ഉം, ഇതാണ് പ്രകൃതിയുടെ നിയമം. ഉം, ശബ്ദം ഒരു ഊർജമാണ്. ഉം, ആ ഊർജം നമ്മൾ യൂണിവേഴ്സിലേക്ക് വിടുമ്പോൾ അത് തിരിച്ചു വരുമ്പോൾ മൾട്ടിറ്റ്യൂഡ് ആയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്താലും, നല്ല കർമ്മങ്ങൾ ചെയ്താലും 10 മടങ്ങായിട്ട് വരും, ചീത്ത കർമ്മങ്ങൾ ചെയ്താലും അത് മൾട്ടിറ്റ്യൂഡ് ആയിട്ടാണ് വരുന്നത്, ഉം, പല മടങ്ങായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇതാണ് യൂണിവേഴ്സൽ ലോ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുത്തൻ പിന്നെ അത് ചെയ്യാൻ പോവില്ല, നെഗറ്റീവായിട്ടുള്ള കർമ്മം ചെയ്യാൻ പോവില്ല. ഉം, കാരണം നെഗറ്റീവായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന മണി നമ്മുടെ കയ്യിൽ വരും, പക്ഷെ അതൊരു ഊർജ്ജമാണ്. ഉം, ഊർജത്തിന്റെ നിയമം അനുസരിച്ചിട്ടാണ് പണം പ്രവർത്തിക്കുക. ഉം, എങ്കിൽ അത് പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഉം, ഊർജത്തിന്റെ നിയമത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഉം, അപ്പൊ ഇത് എന്തെങ്കിലും നശിച്ചു പോകും, ഉറപ്പാണ്. കാരണം കർമ്മം അനുഭവിച്ചേ അടങ്ങും. ഉം, അപ്പൊ ഒരു മനുഷ്യന് ആത്മാവുണ്ട്. ആ ആത്മാവ് എന്ന് പറയുന്നത് ഊർജ്ജ രൂപത്തിലാണ്. അത് ബയോ ഇലക്ട്രിക് ആണ്, ബയോ പ്ലാസ്മിക് ആണ്, അതുപോലെ തന്നെ ബയോ ഇലക്ട്രിക്, ബയോ മാഗ്നറ്റിക് ആൻഡ് ബയോ പ്ലാസ്മിക് തലത്തിലാണ്. 3 തലത്തിലാണ് ആത്മാവിന്റെ ഊർജ്ജം നിലനിൽക്കുന്നത്. ബ്രയൻ വൈസിന്റെ സ്റ്റഡീസ്, ഇയാൻ സ്റ്റീവൻസിന്റെ സ്റ്റഡീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉം, റീഇൻകാർണേഷനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുനർജന്മം. എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ആത്മാവ് പുനർജനിക്കുന്നു? ഉം, ഇറ്റ്സ് ആൻ എനർജി. ഉം, എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ്. ഉം. ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, മുൻ ജന്മത്തിലെ കർമ്മഫലം കൊണ്ട് ഈ ജന്മത്തിൽ ആ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ആ അത് മനസ്സിലാക്കാം. ഉം, മുൻജന്മത്തിലെ കർമ്മം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. ഉം, കാരണം ഈ എനർജി നശിപ്പിക്കപ്പെടുന്നില്ലല്ലോ. മരണശേഷം ആത്മാവ് ഒരു എനർജിയുടെ തലത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. അത് വേറെ ശരീരം സ്വീകരിക്കും. ഉം, ഈ മനുഷ്യജന്മം തരുന്നത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യജന്മം പുണ്യജന്മമായിട്ടാണ് പറയുന്നത്. ഉം, ഈ ഒരു നല്ല മഹത്തായ ജന്മം കിട്ടിയിട്ട് ഇതുകൊണ്ട് നന്നായില്ലെങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരും. ഉം, ഈ സോൾ എന്നാണോ പ്യുവർ ആവുന്നത് അതുവരെ ഇത് ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും. ഉം, ഇയാൻ സ്റ്റീവൻസന്റെ സ്റ്റഡീസ് നോക്കിയാൽ കാണാം. ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ത്രീ ആ 4 വയസ്സ് വരെ മ്യൂട്ടായിരുന്നു. ഉം, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 18ാമത്തെ വയസ്സിലായപ്പോ അവര് വേറെ സ്ഥലത്തെ കുറിച്ചും തന്റെ ഭർത്താവിനെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ്. ഉം, അതനുസരിച്ചിട്ട് ഇയാൻ സ്റ്റീവൻസൺ പഠനങ്ങൾ നടത്തി ആ സ്ഥലത്ത് ചെന്നപ്പോ അവരുടെ പാസ്റ്റ് ലൈഫിൽ അവർക്ക് മക്കളുണ്ടായിരുന്നു, അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അവരുടെ ഇളം മകനാണ് അവിടെ താമസിക്കുന്നത് ആ തറവാട്ടിൽ ചെന്നത്. ഇവർ പറഞ്ഞ എല്ലാം കൃത്യമാണ്. ഓക്കെ. അതൊന്ന്. വേറൊന്ന് ബ്രിട്ടനിലാണ്. ബ്രിട്ടനിൽ ഒരു ഡോക്ടറുടെ മകൻ, ഉം, 4 വയസ്സുള്ള മകൻ പെട്ടെന്ന് ഫൈറ്റർ പ്ലെയിനുകളെ കുറിച്ച് സംസാരിക്കുക. ഉം, അപ്പോൾ ഈ ഡോക്ടറിനറിയാം ഇയാൻ സ്റ്റീവൻസൺ ഇത്തരം കാര്യങ്ങൾ പഠനം നടത്തുന്ന ഒരാളാണ്. ഉം, ഇത് പുനർജന്മമാണോ എന്നൊരു സംശയം തോന്നിയിട്ട് ഇയാൻ സ്റ്റീവൻസനെ അവിടെ വരുത്തുക. ഇയാൻ സ്റ്റീവൻസൺ പഠനങ്ങൾ നടത്തി അവനെ ബ്രിട്ടീഷ് എയർഫോഴ്സിൽ പണ്ട് കാലത്ത് ബോംബിങ് വർഷിച്ചിരുന്ന ഉം, ഒരു എയ്റോപ്ലെയിൻ കാണിച്ചു കൊടുത്തു ഉം, ഈ കുട്ടിയെ. അവൻ കൃത്യമായിട്ട് അതിനകത്ത് കയറി ഇരുന്നിട്ട് ആ ഉപകരണങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പ്ലെയിൻ കറക്റ്റായിട്ട് ഇന്ന ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴാണ് ബോംബിങ് നടത്തേണ്ടത്, എല്ലാം കൃത്യമായിട്ട് പറയുകയാണ് ഈ പയ്യൻ, ഈ കൊച്ചു പയ്യൻ. എങ്ങനെ സാധിച്ചു? ഇയാൻ സ്റ്റീവൻസന്റെ ഇതുപോലെ 600-ലധികം സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും പഠിക്കാത്തവരാണ് പുനർജന്മത്തെ കുറിച്ച് ചിന്തിക്കാത്തത്. ഉം, പിന്നെ വേറൊരു ചോദ്യം വരാം. എന്തുകൊണ്ട് ചില വ്യക്തികൾക്ക് മാത്രം ഈ ജന്മത്തെ കുറിച്ച്, പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അറിയുന്നു? ഉം, അത് ഡിപ്പെൻസ്. കുറച്ച് അതീന്ദ്രിയമായ തലത്തിലൊക്കെ ചിന്തിക്കുന്നവര് വേറെ തലങ്ങളിലേക്ക് പോകുമ്പോൾ, ഡിമെൻഷൻസ് മാറുമ്പോൾ, തലങ്ങൾ മാറുമ്പോൾ ഇത് സംഭവിക്കാറുണ്ട്. അപ്പൊ പഴയ ജന്മം ഇൻവോക്ക് ആവും അവരുടെ ബ്രെയിനിൽ. ഉം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരും.